കഴിഞ്ഞ് നമ്മൾ പോയി നമ്മുടെ ലൊക്കാലിറ്റിയിലേക്ക് എത്താറായി. കണ്ട, ചുറ്റും മറ്റേ ഇലക്കാടുകളും നോർമലി കാടുകളും അങ്ങനെ ഇങ്ങനെയൊക്കെയാണ്. അത്യാവശ്യം മഴ പെയ്തതുകൊണ്ട് തന്നെ ഇവിടെ ചെളിക്കെട്ടും കൂടുതലായിരുന്നു. ഈ സ്ഥലത്തിന്റെ ലൊക്കേഷൻ ഏതാണെന്ന് വെച്ചാൽ രാജകുമാരിയാണ്. മറ്റേ ലൊക്കേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലേക്ക് ഇട്ടേക്കാം. അപ്പൊ നമ്മളെ മെയിൻ ലൊക്കേഷനിലേക്ക് എത്താറായി. അപ്പൊ നമ്മുടെ ട്രാവലർ കുറച്ച് ദൂരെ പോവുള്ളൂ. അതായത് അവിടെ നിന്ന് പിന്നെ അങ്ങടെ അത്യാവശ്യം കുത്തനെയുള്ള റോഡുകളും അതേപോലെ തന്നെ മറ്റേ അത്യാവശ്യം നമ്മുടെ ഓഫ് റോഡ് വഴിയായതുകൊണ്ട് തന്നെ ട്രാവലറിന് പോകണേന് കുറച്ച് ലിമിറ്റേഷൻസ് കാര്യങ്ങളുണ്ട്. അപ്പൊ അവിടെ നിന്ന് ബാക്കി മുകളിലോട്ട് പോകാനായിട്ട് അവരവരുടെ ജീപ്പും നമുക്ക് അവിടെ ഏർപ്പാടാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മ ഇവിടെ നിന്ന് നേരെ വന്ന് ഇവിടെ എത്തി. കണ്ട, മരം വീണ് കിടക്കണണ്ട, അതായിരുന്നു നമ്മുടെ ട്രാവലർ പാർക്ക് ചെയ്യാനുള്ള ഗേറ്റ്, പാർക്കിംഗ് ഗേറ്റ് അതായിരുന്നു. അപ്പൊ നമ്മളെല്ലാരും ഭയങ്കര എക്സൈറ്റഡ് ആയി. ഇവിടെ നിന്ന് പിന്നെ ഓഫ് റോഡ് ജീപ്പിനാണ്. കണ്ട, അപ്പൊ ട്രാവലർ അങ്ങോട്ടേക്ക് ഒതുക്കിയിട്ട് നമ്മൾ ജീപ്പിലോട്ട് കയറി പോകാൻ പോണേണ്, ജീപ്പ് വഴി പോകാൻ പോണു. അത്രയും ഓഫ് റോഡ് ആയിരിക്കുമോ എന്നുള്ള ഒരു ചിന്തയില് ഞാനും വന്ന് നിൽക്കുകയാണ്. എന്തായാലും ഒരു വഴിക്ക് പോകണല്ലേ എന്ന് കരുതി ആ ജീപ്പിന്റെ നമ്പർ പ്ലേറ്റ് അടക്കം ഞാൻ എടുത്തു വെച്ച്. അങ്ങനെ ലഗേജുകൾ മൊത്തം കംപ്ലീറ്റ് നമ്മൾ ജീപ്പിലേക്ക് കയറ്റി. 2 ജീപ്പാണ് അവർ നമുക്ക് വേണ്ടിയിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിരുന്നത്. അപ്പൊ ലഗേജുകളും അതേപോലെ ലേഡീസിനെയും ആദ്യം നമ്മൾ എത്തിക്കാന്ന് കരുതി. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ ഞാനും കയറിപ്പോയി. ഓവറായി പോയില്ലേ, ഫസ്റ്റ് പോകാണ്ടിരിക്കാൻ പറ്റുമോ? അങ്ങനെ ഞാൻ ജീപ്പിന്റെ ഫ്രണ്ടിൽ കയറി. എന്റെ കൂടെ ശ്രീത്തും കയറിയിട്ടുണ്ട്, ബാക്കി ലേഡീസും 2 വണ്ടിയിലായിട്ട് ഇങ്ങനെ വന്നോണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇവിടെ നിന്ന് നമ്മ പോയിക്കൊണ്ടിരിക്കേണ്ട. എനിക്ക് സത്യം പറഞ്ഞ ചുരുളി സിനിമയാണ് ഓർമ്മ വന്നത്. ആ പാലം കയറുമ്പോഴാണ് ചുരുളി ഗ്രാമം തുടങ്ങണേന്ന് അറിയാല. അതേപോലെ തന്നെ ഒന്ന് നോക്കി, ജീപ്പ് വളരെ പതുക്കെയാണ് കയറിക്കൊണ്ടിരുന്നിരുന്നത്. കാരണം അറിയാല, ഓഫ് റോഡാണ്, റോഡ് മൊത്തം സ്ലിപ്പറിയാണ്. അതുകൊണ്ടൊക്കെ തന്നെ കാരണം നമ്മ ഭയങ്കര പതുക്കെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ പിന്നെ വീഡിയോ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡ്യൂറേഷൻ കുറക്കാൻ വേണ്ടിയിട്ട് സ്പീഡാക്കി ഇട്ടുന്നേ ഉള്ളു. ചുറ്റും ഏലക്കാടുകളായിരുന്നു. എന്തോരം ഏലക്കായ അതിൽ തൂങ്ങിക്കിടക്കണമെന്നറിയോ. ഓടണ വണ്ടി ആയതുകൊണ്ട് തന്നെ എനിക്കതിന് ഏലക്കായ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റൂല. നിറച്ച് മൊത്തം ഏലക്കാടായിരുന്നു. ഈ ഏലക്കാട് കണ്ടപ്പോ എന്റെ മനസ്സിൽ ആദ്യം ഓർമ്മ വന്നത് ഞാൻ പഠിച്ച കോളേജായിരുന്നു. 62-ാം മൈലിലെ വണ്ടിപ്പെരിയാർ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് വണ്ടിപ്പെരിയാറാണ് ഞാൻ പഠിച്ചത്. അവിടെ ഇതേപോലെ തന്നെ ഞങ്ങളുടെ ഫസ്റ്റ് ഇയർ ബ്ലോക്കിലോട്ട് പോകണമെങ്കിൽ ഒരു കാടല്ല ഏലക്കാടിന്റെ ഉള്ളിൽ കൂടി വേണം കയറി പോവാൻ. അങ്ങനെ എത്ര ഏലക്കാടുകൾ താണ്ടിയിട്ടാണ് നമ്മൾ അവിടെ പഠിച്ചത്. ഏലക്കാടും ഏലക്കാട്ടിലെ പ്രണയവും ആലോചിച്ചിട്ട് തന്നെ ഞാൻ വീണ്ടും നൊസ്റ്റാൾജിയയിലേക്ക് പോയി. അങ്ങനെ നമ്മൾ ഈ ചുരുളി ഗ്രാമം കഴിഞ്ഞ് ഏകദേശം അതിന്റെ ടോപ്പിലേക്ക് എത്തിക്കഴിഞ്ഞു. ഒരു ഇത്തിരിയും കൂടി പോയി കഴിഞ്ഞാൽ നമ്മള് ബുക്ക് ചെയ്ത നമ്മുടെ റിസോർട്ടിലേക്ക് നമ്മൾ എത്തും. ചുറ്റും ഇതുവരെ കണ്ട കാഴ്ചകളെല്ലാം മനോഹരം, ഇനി കാണാനുള്ളത് അതിമനോഹരം എന്നൊരു സിദ്ധാന്തത്തിലാണ് ഞാൻ ഇപ്പൊ വിശ്വസിച്ച് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ചുറ്റുമുള്ള ഏലക്കാടുകൾ കഴിഞ്ഞ് പാറയും അതുപോലുള്ള കുന്നുകളൊക്കെ കണ്ടു തുടങ്ങി. നമ്മുടെ റോഡല്ല ഓഫ് റോഡ് വഴി നമ്മൾ നേരെ വന്ന് നമ്മളെ ഡെസ്റ്റിനേഷനിലേക്ക് എത്താൻ പോണേന്. ഇതാണ് നമ്മുടെ ഡ്രൈവർ ചേട്ടനും അതേപോലെ ഗൈഡ് ചേട്ടനും. കണ്ട, 2 പേരും നല്ല ഹാപ്പി ആയിരുന്നു നമ്മളിവിടെ വന്നപ്പോ. അങ്ങനെ നമ്മളിവിടെ എത്തിക്കഴിഞ്ഞു ഗൈസ്. ദിസ് ഈസ് അവർ പ്ലേസ്. സുഹൃത്തുക്കളെ, നമ്മൾ ആ സ്ഥലത്ത് എത്തിപ്പെട്ടിട്ടുണ്ട്. ഇതാണ് സ്ഥലം. സമുദ്രനിരപ്പിൽ നിന്നും 5300 അടി ഉയരത്തിലുള്ള 5300 അടി ഉയരത്തിലുള്ള നമ്മുടെ സ്വന്തം സ്ഥലത്തിന്റെ പേര് ഞാൻ മറന്നുപോയി, പക്ഷെ സാധനം അടിപൊളിയാണ്. രാജാക്കാടാണ് സ്ഥലം. ബാക്കിൽ നോക്കി, സൈഡിലൊരു മുട്ടക്കുന്ന്, അടിപൊളി സുഖരി. കിട്ടില്ല സ്ഥലം, നമ്മ ഇത്ര എക്സ്പെക്ട് ചെയ്തിരുന്നില്ല. സൂപ്പർ സ്ഥലം. ആഷിക്കിന്റെ അറേഞ്ച്മെന്റ് കാര്യങ്ങളൊക്കെ അറേഞ്ച്മെന്റ് ആയിരുന്നപ്പോ ഞാൻ പേടിച്ചായിരുന്നു, പക്ഷെ നമ്മ കലക്കി കളഞ്ഞു. ആദ്യമായിട്ടാണ് ഗൈസ് ആഷിക്ക് നമ്മൾ ഇതുപോലെ വളരെ മനോഹരമായ ഒരു സ്ഥലത്ത് എത്തിച്ചിരിക്കുന്നത്. ആള് ഇപ്പൊ തന്നെ വരും. നിങ്ങൾ തന്നെ ഇതിന്റെ ഭംഗി ഒന്ന് കണ്ടു നോക്കി. കോട
നമുക്ക് അങ്ങനെ നടക്കാം. നല്ലൊരു മൊട്ടക്കുന്നിൽ ഇവിടെ നടന്നു പോകാനുള്ള സൗകര്യം ഉണ്ടെന്നാണ് അവര് പറഞ്ഞത്. സൺറൈസ് കാണാൻ ഏറ്റവും പറ്റിയ സ്ഥലമാണെന്നാണ് പറഞ്ഞത്. പടിഞ്ഞാറായിരിക്കും ചിലപ്പോൾ, കണ്ടിട്ട് അങ്ങനെ തോന്നണം. പക്ഷെ എന്നാലും സ്ഥലം കൊള്ളാം. മനുമാധവന് ഇനി പറ്റി എന്തായാലും പറയാനുള്ളൂ. അടിപൊളി പ്ലേസ്. ആഷിക്കിന്റെ പദ്ധതിയും സ്ഥലം ആവിഷ്കാര സാധ്യത എല്ലാ സംഭവങ്ങളും ഉണ്ട്. അല്ല, അവൻ കഴിഞ്ഞ പ്രാവശ്യം എടുത്തത് അടിപൊളി റിസോർട്ടായിരുന്നു. പ്രതീക്ഷ കൈവിട്ടില്ല. അടിപൊളി സെറ്റ് സ്ഥലം, സൂപ്പർ, ഇഷ്ടമായി. എല്ലാരും നല്ല അഭിപ്രായം അതിനെ പറ്റി പറയണ. നമുക്ക് മോശം അഭിപ്രായം നിലവിൽ ഇതിന്റെ ഒരു ചുറ്റുപാടും കണ്ടിട്ട് പറയാനില്ല. റൂം കാര്യങ്ങളൊക്കെ കയറി കഴിഞ്ഞിട്ട് വേണം നമുക്ക് നോക്കാനായിട്ട്. ഇപ്പോ വന്തിരിക്കറയിടം സൂപ്പർ. നിങ്ങൾ എന്നെ ഒന്ന് ആലോചിച്ച് നോക്കി, ഇത്രയും ഒരു വൈബ് സ്ഥലത്ത് നമ്മുടെ ഫാമിലി ബാച്ചിലേഴ്സ് ആയിരുന്നെങ്കിൽ ഇവിടെ അടിച്ച് പൊളിച്ച് വേറെ ലെവലിലോട്ട് പോയനെ. തൽക്കാലം നമ്മുടെ ഫാമിലി ട്രിപ്പാണ് വന്നേക്കണം. സംഭവം ഒന്നും പറയാനില്ല, പൊള്ളി സാധനം, വൈബ് പ്ലേസ് ഇട്ടാ, സൂപ്പർ സ്ഥലം. ആമ്പരചുംബിയായ മൊട്ടക്കുന്നിന്റെ സൈഡിലേക്ക് ഞാനും സുഹിരിയും മനസ്സനും ഇവിടെ നിന്ന് നടന്നു തുടങ്ങിയിരിക്കുന്നു. തണുത്തിട്ട് ഒരു രക്ഷയില്ല. തണുപ്പിലും വലുത് നമുക്ക് ഇവിടെ ഏറ്റവും കൂടുതൽ കിട്ടുന്ന കാറ്റാണ്, കാറ്റും കോടയും. നിങ്ങൾ നോക്കിയേ, മുകളിൽ വെളുത്ത പഞ്ഞിക്കെട്ട് പോലുള്ള മേഘങ്ങൾ, ഏതോ ഒരു ചെടി, അതേപോലെ ചുറ്റും തണുത്തിട്ട് ഇത്രയും നല്ലൊരു പ്രകൃതിയോടെ ഇറങ്ങി, പ്രകൃതി ഭംഗി ഇത്രയും നമുക്ക് കാണാൻ പറ്റുന്ന ഒരു സ്ഥലത്തോട്ട് ആശിക്കത്തില്ല. എനിക്ക് വിശ്വസിക്കാൻ പറ്റണില്ല സുഹൃത്തുക്കളെ. തണുത്തിട്ടാണെങ്കിൽ ഒരു രക്ഷയില്ല. അവന്മാര് ഫ്രണ്ടിൽ നടക്കാണ്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചാർലിയിൽ ദുൽഖർ പറഞ്ഞ കാര്യമാണ് എനിക്കിപ്പോ ഓർമ്മ വന്നത്. മീശപ്പുലിമലയും സംഭവങ്ങളൊന്നും അല്ല, ഇതുപോലുള്ള സ്ഥലങ്ങളൊക്കെ കാണാണ്ട് പ്രത്യേകിച്ച് മരിച്ചു മുകളിലോട്ട് എന്നിട്ടും കാര്യമൊന്നുമില്ലല്ലോ. പുലിയും കടുവയൊക്കെ ഉണ്ടാന്ന് എനിക്കറിയാൻ പാടില്ല ഈ സ്ഥലം. പക്ഷേ ഇവരെടുത്തേക്കണ ഈ ഒരു പ്ലോട്ട്, റിസോർട്ടിന് വെച്ചേക്കണ സ്ഥലം, അത് അടിപൊളിയാണ് മോനെ, ഒന്നും പറയാനില്ല. തണുത്തിട്ടാണെങ്കിൽ നിക്കാനും പറ്റണല്ല. ഇതേമാതിരി ഫോട്ടോ എടുക്കാൻ വന്നേക്കാണ് ഞാൻ, ഇതിന്റെ വ്ളോഗ് എടുക്കാനും. എങ്ങനെയുണ്ട്? എപ്പോഴും ഇവിടെ ഫുൾ ടൈം ഒടുക്കത്തെ കാറ്റാണ് ഗൈസ്, കാറ്റും കോടയും. പുല്ലൊക്കെ നിക്കണണ്ട, മനസ്സം തിരിച്ചു നടന്ന് തുരി നടന്നു. എനിക്ക് ഇവിടെ നിന്ന് പോവാൻ തോന്നല്ല. നീ സീൻ കണ്ടിട്ട് ഒന്നും പറയാനില്ലട്ടാ. പറ്റുകയാണെങ്കിൽ എല്ലാവരും എക്സ്പീരിയൻസ് ചെയ്യുന്ന സ്ഥലമാണത്. അടിപൊളി കാടും തണുപ്പാണ് സഹിക്കാൻ പറ്റാത്തത്. ചുറ്റും കാഴ്ചകളും, മൊട്ടക്കുന്ന്, കോടമഞ്ഞ്, കാറ്റ്. ഈ വേൾഡ് ബൈ ചിത്രൻ ട്രാവലോഗിൽ കേട്ടല്ലേ സുഹൃത്തുക്കളെ, ഇതാണ് സ്വർഗം. ആ സംഭവം ഞാനിപ്പോ ഇവിടെ ചിത്രന്റെ വാക്കുകൾ കടുകൊടുക്കുകയാണ്. ശരിക്കും ഇതാണ് സ്വർഗം, ഒന്നും പറയാനില്ല. ഒടുക്കത്തെ കാറ്റ്, കോട, മൊട്ടക്കുന്ന്. ഫാമിലി ആയിട്ടാണ് നമ്മളിപ്പോ ഇവിടെ വന്ന, ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി. ഫ്രണ്ട്സ് മാത്രമായിട്ടാണ് വന്നിരുന്നെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഓവർ, അതായത് ഒരുപാട് കാര്യങ്ങൾ ഇതിന് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയാണ്. ഒന്നും പറയാനില്ല. ഇതിന്റെ അകത്തേക്ക് കയറുന്ന കോമഡി, നമുക്കിവിടെ ഈ തണുപ്പത്ത് മുങ്ങിത്താറാൻ കൂടുതൽ കാര്യങ്ങളൊക്കെ ഉണ്ട്. അവന്മാരെത്തി, എല്ലാരും എത്തി. നമ്മുടെ ലഗേജും സാധനങ്ങളൊക്കെ ആദപ്പനും ആഷിക്കും അതൊക്കെ ഇങ്ങനെ കൂടി കൊണ്ടുപോകുന്നു. സുഹൃത്തുക്കളെ, ചിത്രം പറഞ്ഞ പോലെ ഇത് സ്വർഗം വരുന്നില്ല. ഇവരെന്നെ കൊണ്ട് പണിയെടുപ്പിക്കുകയാണ്. പയ്യ ചത്ത് ചാർക്കോളും സാധനങ്ങൾ എന്നെ കൊണ്ടെടുപ്പിച്ചു. ഒരു യൂട്യൂബറിനോടാണ് നീ കളിക്കണമെന്ന് ഓർത്തോടാ. നമ്മളെ പൂള് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കഴുത്തറ്റം മുങ്ങാനുള്ള പൂള്, പിള്ളേർക്കുള്ള സെറ്റ് വേറെ. ആ എ ഫ്രെയിം കണ്ട, അതെല്ലാം നമ്മുടെ റൂമുകള് കാര്യങ്ങളാണ്.
അറ്റാച്ച്ഡ് ബാത്റൂമുള്ള റൂമിലോട്ടാണ് ഇപ്പൊ നമ്മൾ പോയിക്കൊണ്ടിരിക്കണം. ഈ ലഗേജും സാധനങ്ങളൊക്കെ ചർക്കോട് താഴെ പോയി. കരിമ്പാറ ഈ ഫ്രെയിമുകൾ കണ്ട കംപ്ലീറ്റ് റൂമുകളാണ്. 5 ദിവസമായിട്ട് ഇവിടെ മഴ പെയ്തിട്ടില്ലെന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ എല്ലാം നല്ല കല്ല് വെച്ച നുണയായിരുന്നു ഗൈസ്. ഇന്ന് രാവിലെ കൂടി ഇവിടെ മഴ പെയ്തിരുന്നു. ഓട്ടെ, സാധനങ്ങൾ വെച്ചിട്ട് വരാം. നമ്മളങ്ങനെ ഇവിടുത്തെ റൂമിന്റെ മുകളിലാണ് കണ്ട. റൂമിന്റെ അകം എല്ലാരും ഉണ്ട്. ലഗേജും സാധനങ്ങളും എല്ലാം ഇവിടെ സേഫ് ആക്കി വെച്ചിട്ടുണ്ട്. കേറാവുന്ന അത്രയും കയറ്റിയിട്ടുണ്ട് സുഹൃത്തെ. ഉണ്ണി തന്നെ ഏതോ സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നു. ലവ്ലി പ്ലേസ്. രണ്ടാമത്തെ തുമ്പള്ള പക്ഷെ ഇങ്ങനൊരു ഇതുണ്ടാക്കിയവരെന്തായാലും സമ്മതിക്കണോട്ടോ. നമ്മുടെ റൂം നൈസ് നൈസ്. ഇവിടെ നോക്കിയാൽ നമുക്ക് ഇതിന്റെ കറക്റ്റ് ഭംഗി കിട്ടും. കണ്ട അല്ല, ഇത് കോട സംഭവങ്ങൾ. അവിടെ ആരോ ടെന്റ് അടിച്ചിട്ടുണ്ട് ഗൈസ്. കണ്ട എന്തെങ്കിലും ആവട്ടെ. ആ കോട പോണം നോക്കിയ സ്റ്റൈല് നോക്കി. ഇനി വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോ ഇത് എത്രത്തോളം ക്ലാരിറ്റിയിൽ നിങ്ങളുടെ മുന്നിൽ പ്രസന്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഈ സംഭവം ഒന്നും പറയാനില്ല. കണ്ട നല്ലൊരു വ്യൂ ആണ് നമുക്ക് ഇവിടുന്ന് കിട്ടുന്നത്. നല്ല തണുപ്പ്, കാറ്റ്, കോട. ആഹാ. നമ്മ റൂമിന്റെ പുറത്തോട്ട് നൈസായിട്ട് വന്നു. ഇതാണ് നമ്മുടെ ബാത്റൂം അറ്റാച്ച്ഡ് റൂം. ഇത് 2 സെറ്റ് റൂം ഉണ്ട് താഴെ മുകളിലായിട്ട്. ബാക്കി എല്ലാം എ ഫ്രെയിമാണ്. കാരണം നമുക്കപ്പോ ആദ്യം തന്നെ ലെഫ്റ്റിലെ വഴി ഒന്ന് പോയി നോക്കാം. ഈ വീടിന്റെ കാര്യത്തിലൊക്കെ ഉണ്ട്. കൊള്ളാം. മൊത്തത്തിൽ ഒരു ഓവറോൾ നമുക്ക് റേറ്റിംഗ് ഇപ്പൊ നിലവിൽ ഇത്രയും കണ്ടത് വെച്ച് നോക്കുമ്പോ ഒന്നും പറയാനില്ല. ഏതോ കോളേജും ഗ്രൗണ്ടൊക്കെയാണ് തോന്നുന്നുണ്ട്. അത്യാവശ്യം നല്ലൊരു ഏരിയ, പ്രശാന്ത സുന്ദരമായ സ്ഥലം. ഇത് നമ്മുടെ എ ഫ്രെയിം റൂമാണ്. ലോക്ക്ഡൌൺ നമുക്ക് ആയി വന്നിട്ട് പിന്നെ തുറന്നു തരും. ഇപ്പൊ ലെഫ്റ്റിലോട്ട് വേറെ കാഴ്ചകളൊന്നും നമുക്കില്ല. ഈ ഒരു എ ഫ്രെയിം മാത്രമേ ഉള്ളൂ. പിന്നെ നമുക്ക് ഇവിടെ നിന്ന് അടുത്ത ഇതിലേക്ക് പോവാം. അങ്ങനെ കഴിയാറായിട്ടില്ലല്ലോ നീ. മൊത്തത്തിൽ കുഴപ്പമില്ല, എല്ലാ അടിപൊളിയാണ്. നൈസായിട്ടൊരു ചെറിയൊരു വെള്ളം. ഇവിടെ നിന്ന് നല്ല കാറ്റടിച്ചോണ്ടിരിക്കുകയാണ്. ചെറിയൊരു അക്വേറിയവും സാധനങ്ങളും ഉണ്ട്. ചെറിയ തവളപ്പത്തനാണ് ഗപ്പിയാണെന്ന് അറിഞ്ഞൂടാ. കുറച്ച് മീനുകളും ഇതിന്റെ കൂടെ തന്നെ ഉണ്ട്. നമ്മുടെ താഴത്തെ ബാത്റൂം അറ്റാച്ച്ഡ് റൂം. ഓക്കെ, താഴത്തേക്ക് ഉള്ള കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കണ്ടുപോയത്. ശരിക്കും പറഞ്ഞാൽ വന്ന വഴി നമ്മുടെ ചുരുളി സിനിമയിൽ വന്ന പോലത്തെ ഒരു വഴിയായിരുന്നു. പാലം കയറുമ്പോൾ എന്താവുമെന്ന് കാണാമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇറങ്ങിയത്. പക്ഷേ അക്ഷരാർത്ഥത്തിൽ നമ്മളെ ഞെട്ടിച്ച് കളഞ്ഞു. ഈ കൂടി വഴിയുണ്ട്. അത് നമ്മുടെ വണ്ടി ഒരു ഡെലിവറിക്ക് തന്നെ വണ്ടികൾ പാർക്ക് ചെയ്യാനുള്ള സംഭവം തോന്നുന്നു. ഫുഡ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. അത് തരും. നമുക്ക് ഇനി അടുത്തത് ആ പൂളിന്റെ പരിസരം ഒന്ന് നിരീക്ഷിക്കാം. അതിനു മുമ്പ് ഈ ഒരു പാറ ഓക്കെ. ഞാനൊരിക്കലും മദ്യത്തിനെയും സിഗരറ്റിനെയും പ്രൊമോട്ട് ചെയ്യാനല്ല. പക്ഷെ 2 എണ്ണം അടിച്ചിട്ട് പാറയുടെ അവിടെ വന്നിരുന്ന് അങ്ങോട്ട് നോക്കിയിരിക്കാൻ നല്ല രസമില്ല. അടിപൊളിയാണ്. 2 എണ്ണം അടിക്കാണ്ട് തന്നെ ആ പാറന്നിരുന്ന് നോക്കിയിരിക്കണം. ലവ്ലി പ്ലേസ്. കുഞ്ഞനെ അവിടെ നിന്നാണ് കുടിപ്പിക്കുന്നത്. ഗ്യാസ് സാധനങ്ങളോ കുഞ്ഞൻ ട്രോളി ബാഗും ഗ്യാസുമായിട്ട് പോണു. ഇന്നലെ മഴ പെയ്യുന്ന ഒരു ഗ്രില്ലടിക്കാൻ പറ്റുന്ന സംഭവങ്ങളാണ്. അത്യാവശ്യം നനഞ്ഞിട്ടുണ്ട്. നമുക്കത് റെഡിയാക്കാം. 2ാമത്തെ ഫ്രൈ, 3ാമത്തെ ഫ്രൈ, 4ാമത്തെ ഫ്രൈ, 5ാമത്തെ ഫ്രൈ. ബാത്റൂമിൽ സുഹൃത്തുക്കളെ, കല്യാണം കഴിഞ്ഞ പിന്നെ കാമുകൻ മരിച്ചു പോയെന്നാണ് എന്റെ ഭാര്യയുടെ പൊതുവെയുള്ള അഭിപ്രായം. അത് എന്നിലെ കാമുകൻ മരിച്ചിട്ടൊന്നുമില്ല. പിന്നെ വേണ്ട
അങ്ങനെ എടുത്തിട്ട് കാര്യമില്ല, ഇത് ഇടാൻ പറ്റൂല. കോട ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്, ചുറ്റും കോട കണ്ടാ. കോട ഒടുക്കത്തെ കോട. നമ്മ പറഞ്ഞ മുട്ടക്കുന്നിലോട്ട് ഇപ്പൊ പോയിട്ടുണ്ടെങ്കിൽ ഒന്നും കാണാൻ പറ്റൂല. ഓക്കെ, അവന്മാരതിന്റെ മോളിൽ കയറി കണ്ടാ. നമുക്ക് കേറാ. ഫോമി തണുപ്പാണ് സഹിക്കാൻ പറ്റാത്തത്. ചമ്മേ, ഇത്രയും തുറസായ സ്ഥലം കൊണ്ടൊരു പേടി. വല്ല ഇടി മിന്നലും വന്നാ മിന്നലടിച്ച് നമ്മളങ്ങനെ നടന്ന് ഏറ്റവും ടോപ്പിലോട്ട് എത്തി. അമ്മേ കാറ്റ്, കോള, കറക്കും. താഴെയും കോട, എല്ലായിടത്തും കോട. കുഞ്ഞിന് മനസ്സിൽ ഞാനും തണുപ്പ്. നമ്മുടെ അമ്പരചുംബിയായ മുട്ടക്കുന്ന് കോടയിൽ മുങ്ങിപ്പോയി ഗൈസ്. ഇപ്പൊ ഞങ്ങൾ കാണാൻ അവിടെ പോയിരുന്നെങ്കിൽ ഒടുക്കത്തെ കാറ്റ്, ആ ഫ്ലോ നിങ്ങൾക്ക് കിട്ടണ്ട, ആ തണുപ്പൊന്നും കിട്ടണല്ലേ. നമ്മുടെ റൂമും പരിസരോ കോട നോക്കി, നല്ല കോടയാണ് നീ വന്നിരിക്കണ കണ്ടാ. ഒരു പിള്ളേരായിട്ട് വരുന്നുണ്ട്. കോട ഇറങ്ങണ നോക്കി. തണുത്ത് ഇറങ്ങലിക്കുക ബാക്കിയുള്ള കോടയാണ് ആ വെള്ള കളറിൽ കണ്ടാ. രാജാക്കാട് കണ്ടാ. കോട വേണ്ട അമിതമായ കോടയും കാര്യങ്ങളും മൂലം നല്ല അടിപൊളി ചിക്കൻ ബിരിയാണി എത്തിയിട്ട് നമുക്ക് ബാക്കി പരിപാടികളായിട്ട് വരാം. തോന്നല്ല, കണ്ടില്ലേ? ആഹാ, നല്ല കിടിലൻ ആകാശം, നല്ല പഞ്ഞിക്കെട്ട് പോലത്തെ മേഘങ്ങൾ. സുഹൃത്തുക്കളെ, ഈ പൊരിവെയിലത്ത് ഇവിടെ നിൽക്കാൻ എനിക്ക് തലക്കോളമൊന്നുമില്ല. തലക്കോളമുള്ളതാണ് ഈ കാണുന്നത്, എൻ്റെ പുറകിലിരിക്കുന്ന സാധനം. മൈ വൈഫ്, അവക്കേ പെട്ടെന്ന് ബിരിയാണി തിന്നാനൊരു കൊതി. അതും വെറും ബിരിയാണി പോരാ, തലപ്പാക്കിട്ട് ബിരിയാണി തന്നെ വേണം. അപ്പോൾ ആളിന് ന്യൂമോണിയൊക്കെ ആയിട്ട് കിടപ്പിലായിരുന്നല്ല. അപ്പോൾ റെസ്റ്റെല്ലാം കഴിഞ്ഞ് ആൾക്ക് വയറ് നിറച്ചൊരു ബിരിയാണി തിന്നാനൊരു പൂതി. അങ്ങനെ എന്നോടൊരു ബിരിയാണി വാങ്ങിച്ച് തരുമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ കയ്യിൽ പൈസ ഒന്നുമില്ല ഉണ്ണി, ഞാൻ ജോബൊക്കെ വളരെ ഡള്ളാണ്, അതുകൊണ്ട് കയ്യിൽ ക്യാഷൊന്നുമില്ല എന്ന് പറഞ്ഞപ്പോൾ അവൾ എൻ്റെ അടുത്ത് പറഞ്ഞു, എന്നാൽ ഞാൻ പൈസ തരാം, എന്നിട്ട് നമുക്ക് പോയി ബിരിയാണി കഴിക്കാം, തലപ്പാക്കട്ടി ബിരിയാണി കഴിക്കാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അവൾ ആശിച്ചൊരു കാര്യം പറയുമ്പോൾ അവളെ കൊണ്ട് പൈസ എടുപ്പിക്കണ ശരിയല്ലല്ലോ. അപ്പം ഞാൻ എന്ത് ചെയ്തു, 66 ലോട്ടറി എന്ന് പറയുന്ന ഗെയിമുണ്ട്, ക്യാഷ് വെച്ചിട്ട് കളിക്കുന്ന ഗെയിമാണ്, ബെറ്റിംഗ് ആപ്പ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അതിലൊരു 20 കിടപ്പുണ്ടായി, അത് വെച്ച് കളിച്ച് 1000 രൂപ ഞാൻ വിഡ്രോ ചെയ്തു.
അങ്ങനെ ആ പൈസക്ക് തലപ്പാക്കട്ടിക്ക് പറന്നു വന്നു. ഇത് നോക്കിയേ, ആഹാ, അതൊന്ന് വായിച്ചു നോക്കിയേ. ഡിണ്ടിഗൽ തലപ്പാക്കട്ടി, തമിഴ്നാട്ടിലെ ബ്രാൻഡഡ് സാധനം, ബ്രാൻഡഡ് ബിരിയാണിയാണിത്. എല്ലാവർക്കും അറിയാവുന്ന കേസാണ്. നല്ല അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ കണ്ടു. നമ്മപ്പോൾ അത് കഴിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ അകത്തേക്ക് കയറാൻ പോണേണ്ട. ആദ്യം തന്നെ ഇവിടുത്തെ പടികൾ ചവിട്ടി കയറിയപ്പോൾ തന്നെ ഡിന്നർ ഡെലീഷ്യസ് എന്ന് പറഞ്ഞൊരു ബോർഡ് നമ്മവിടെ കണ്ടു. അവിടെ ഇവിടുത്തെ സ്പെഷ്യൽ ഐറ്റങ്ങൾ കണ്ട, ചിക്കൻ കൊത്തിടിയപ്പം, അങ്ങനെ കുറേ അതാണ് ഞാൻ ആദ്യം തന്നെ ശ്രദ്ധിച്ചത്. പിന്നെ മുകളിലോട്ട് കയറി വന്നു കഴിഞ്ഞപ്പോൾ അവിടെ ഇന്നത്തെ മെനു അത് അവിടെ കിടപ്പുണ്ട്. ശ്രദ്ധിച്ചൊന്ന് നോക്കിയേ. ഒരു നീണ്ട നേരെ തന്നെ ഞാനത് കണ്ടു. പിന്നെ അകത്തോട്ട് കയറിയപ്പോൾ അല്ലേ കോമഡി, ചുറ്റും ഭരണികൾ. പിന്നെ അകത്ത് തന്നെ ഇത് ഈ തലയൊക്കെ ഇട്ട് കിട്ടിയ പാപ്പനുണ്ടല്ലോ, പുള്ളിയാണ് ഇവരുടെ ബിരിയാണിയുടെ മെയിനാളെന്ന് പറഞ്ഞാൽ ഇവർക്ക് ഇതൊരു തുടങ്ങാനായിട്ട് തലപ്പാക്കട്ടി എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റ്, തലപ്പാക്കട്ടി ബിരിയാണിയുടെ ഉപജ്ഞാതാവ്, ദ ഫൗണ്ടർ ഓഫ് തലപ്പാക്കട്ടി ബിരിയാണി. കയറി ചെന്നപ്പോൾ അവരൊരു ബുക്ക് എടുത്ത് തന്ന്. അതിൽ അവരുടെ ചരിത്രവും പിന്നെ മെനു എല്ലാം നല്ല വ്യക്തമായി കൊടുത്തിട്ടുണ്ടായി. അപ്പോൾ സൂപ്പിലാണ് ആ പേജ് സ്റ്റാർട്ട് ചെയ്യണത്. സൂപ്പിൽ നിന്ന് പിന്നെ ഇങ്ങനെ ഓരോരോ ഐറ്റംസായിട്ട് പോയി. ആഹാ, നിങ്ങൾ ആ ഫോട്ടോസൊക്കെ കണ്ട, എല്ലാം നല്ല ഹൈജീനിക്കായിട്ട് നല്ല അടിപൊളിയായിട്ടാണ് ചെയ്തേക്കണത് എന്നാണ് പൊതുവെ എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുള്ളത്. അപ്പം ഞാനിവിടെ വന്ന് ഞാൻ കയറി വന്ന് ഈ സാധനങ്ങൾ ഈ മെനു ഒക്കെ ആദ്യം നോക്കിക്കൊണ്ടിരിക്കണം. അപ്പം ഞാൻ വീഡിയോ എടുക്കണത് കണ്ടിട്ടായിരിക്കണം എൻ്റെ അടുത്ത് അവരുടെ സൂപ്പർവൈസർ ഉണ്ടല്ലോ, പുള്ളി വന്ന് യൂട്യൂബറാണെന്ന് ചോദിച്ചു. ഞാനപ്പോൾ തന്നെ ഇത്തിരി പൊന്തി. ഞാൻ തന്നെ അതെ എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഓക്കെ എന്ന് പറഞ്ഞിട്ട് പുള്ളി പോയി. അങ്ങനെ ഞങ്ങളിങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുകയാണ് ഏത് സംഭവം ഓർഡർ ചെയ്യും. അപ്പോൾ എല്ലാത്തിനും അത്യാവശ്യം നല്ല റേറ്റാണ്. അറിയാമല്ല, ബ്രാൻഡഡ് ഫുഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ റേറ്റും വളരെ കൂടുതലായിരിക്കും. ഞാനപ്പോൾ ഇങ്ങനെ തപ്പി ഇങ്ങനെ പോണേന്. സത്യം പറഞ്ഞാൽ ഞാൻ ഇതിലെ പടം വീഡിയോ എടുക്കണതിൻ്റെ കൂടെ അതിൻ്റെ റേറ്റ് സൂം ചെയ്ത് കാണിക്കാത്തതാണ്. കാരണം അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട്. ഇനി നിങ്ങൾക്ക് നിർബന്ധമാണെങ്കിൽ ഞാൻ സൂം ചെയ്ത് അതിൻ്റെ റേറ്റൊക്കെ ഒന്ന് കാണിച്ച് തരാം. ഓക്കെ, അങ്ങനെ അവിടെ ഇരുന്നിട്ട് എന്തോ ഓർഡർ ചെയ്യും, അതായി ഞങ്ങളുടെ അടുത്ത ചോദ്യം. അപ്പോൾ ആ ബുക്ക് തുറന്ന് നോക്കിയപ്പോൾ ഞാൻ കണ്ട റേറ്റിൻ്റെ അടിസ്ഥാനത്തിലും പിന്നെ ഇവരുടെ സ്പെഷ്യൽ ഐറ്റം എന്നുള്ള നിലയിലും ഞാൻ ചിക്കൻ ബിരിയാണി തന്നെ ഓർഡർ ചെയ്യാമെന്ന് കരുതി. ഉണ്ണിയാണെങ്കിൽ അവിടെ പൊട്ടം വെടിക്കിട്ടുണ്ട് കൂട്ട് ഓരോ പേജായിട്ട് ഇങ്ങനെ മറിച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നോക്കി അവൾ ഒരു കൺക്ലൂഷനിലെത്തി. അവൾക്ക് മട്ടൻ ബിരിയാണി മതി, എനിക്ക് ചിക്കൻ ബിരിയാണി, അവൾക്ക് മട്ടൻ ബിരിയാണി. എന്നാൽ പിന്നെ അത് തന്നെ പോരട്ടെ എന്നും പറഞ്ഞും നേരെ ബേററിൻ്റെ അടുത്ത് നമ്മൾ ഈ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ ഈ സാധനം ആദ്യമായിട്ട് കഴിക്കണതിൻ്റെ ഒരു ത്രില്ലിലായിരുന്നു ഞങ്ങൾ. കാരണം എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് ഈ സാധനത്തിന്. അപ്പോൾ നമ്മൾ കഴിക്കാനായിട്ട് പോണ ടൈമിൽ ബേറർ വന്നിട്ട് നമുക്ക് ആദ്യം തന്നെ ഒരു പാത്രത്തിൽ വാഴയിലേക്ക് വിരിച്ച് നല്ല അടിപൊളിയാക്കി തന്നു. ആള് നല്ലൊരു മാന്യനാണെന്ന് തോന്നുന്നത്. വീഡിയോ എടുക്കണാണെന്ന് പറഞ്ഞൂടാ. ആൾ നല്ല സൗമ്യമായി സംസാരിച്ച് നല്ല രീതിക്കായിരുന്നു നമ്മുടെ അടുത്ത് ബിഹേവ് ചെയ്തിരുന്നത്. അങ്ങനെ സാധനം വന്നിട്ടാണ് അതിൻ്റെ കൂടെ ഇത് കണ്ട മട്ടനുണ്ട്, ചിക്കനുണ്ട്, സള്ളാസ് ഉണ്ട്, അതിൻ്റെ കൂടെ ഒരു ഗ്രേവി ഉണ്ട്. അതിൽ ഇത് മട്ടൻ ബിരിയാണിയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത്, തൊട്ടപ്പുറത്ത ചിക്കൻ. അപ്പോൾ ആദ്യം തന്നെ ആ ഗ്രേവി നൈസായിട്ട് ഞാൻ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി. സാധനം കിടുമായിരുന്നു. ഉണ്ണി ആദ്യം തന്നെ ചാടി വീണ മട്ടനുമ്പോൾ പിടിച്ച്, മട്ടൻ എൻ്റെ ആണെന്നും പറഞ്ഞാണ് അവൾ ആദ്യം തന്നെ പിടിച്ചത്. എന്നിട്ട് അത് ആ പ്ലേറ്റിലേക്ക് മറിക്കുക. കണ്ട, അത്യാവശ്യം ഉള്ളത് പറയണമല്ല, നല്ല ക്വാണ്ടിറ്റിയാണ് ഇതിനകത്ത്. ഉണ്ണി ഇങ്ങനെ വാക്കുകളടിച്ച് പോയി ഫുഡ് വേണമെന്ന് പറയുമെങ്കിലും അവളുടെ ഫുഡിൻ്റെ പകുതി ഞാനാണ് കഴിക്കാറ്. കാരണം അവൾ കുറച്ച് കഴിയുമ്പോൾ അവിടെ ബാക്കി വെക്കും. അവൾ ആ മട്ടൻ ആ പാത്രം നിറച്ചെടുത്തിട്ടും ബാക്കി അതിനകത്ത് ഇരിപ്പുണ്ട് ആ പാത്രത്തിൽ. പിന്നെ ഞാനെടുത്ത് ഒരു പുഴുങ്ങിയ മുട്ട, ഒരു പപ്പടം, പിന്നെ നല്ല അടിപൊളി മണോ ചിക്കൻ ബിരിയാണി. ഞാനതിൽ നിന്ന് 3 പീസ് ഉണ്ടായിട്ടോ, ഒരു വലിയ പീസ്, 2 കുഞ്ഞു പീസ്. പക്ഷേ പീസിലൊന്നും, അതായത് എൻ്റെ ശ്രദ്ധ പീസിലോട്ടല്ല പോയി, ആ റൈസിൻ്റെ ടേസ്റ്റ് ഉണ്ടല്ലോ, പറയാണ്ടിരിക്കാൻ വയ്യ. ഇതണ്ട, ഞാൻ ആ പ്ലേറ്റ് നിറച്ചെടുത്തിട്ടും അതിനകത്ത് ആ പാത്രത്തിൽ പകുതി ബിരിയാണി ബാക്കിയാണ്. കണ്ട, അതിൻ്റെ കൂടെ ആ റൈസ് ഒഴിച്ചിട്ട് അതിൻ്റെ മുകളിൽ കൂടി ഞാൻ ആ ഗ്രേവി അങ്ങോട്ട് ഇളക്കിയിട്ട് നൈസായിട്ട് അങ്ങോട്ട് ഒഴിച്ച്. അതിൻ്റെ ടേസ്റ്റിൻ്റെ കാര്യം ആലോചിച്ചിട്ട് ഇപ്പോഴും വായന്ന് വെള്ളം വന്നുകൊണ്ടിരിക്കുന്നു.
കണ്ട കേട്ടാ. പിന്നെ ഐശ്വര്യമായിട്ട് കുറച്ച് സാലഡും കൂടി അതിനകത്ത് വെച്ച്, സാലഡ് ഒഴിച്ച് കഴിഞ്ഞിട്ട് അത് പീച്ച് കൂട്ടി അടിച്ച് കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ, ഓ തലപ്പാക്കട്ടി ബിരിയാണി. എന്തുകൊണ്ടാണ് അതൊരു ബ്രാൻഡായതെന്നും എന്താണ് ആൾക്കാർ ഇത്രയും ഇഷ്ടപ്പെടണമെന്നും എനിക്ക് ആദ്യത്തെ ഒരു ഉരുളെടുത്ത് വായിൽ വെച്ചപ്പോൾ തന്നെ മനസ്സിലായി. കാരണം ഈ റൈസിന് ചെറിയ രീതിക്ക് എരിവുണ്ട്, നൈസായിട്ടൊരു എരിവ്. പിന്നെ ആ ഗ്രേവിയും കൂടി ഒഴിച്ച് പീച്ചി കൂട്ടി കഴിക്കും വേണ്ടല്ലോ, അമ്മാതിരി ടേസ്റ്റാണ്. നമ്മിപ്പോൾ ഈ മന്തിയിൽ മയോണൈസും ടൊമാറ്റോ ചട്നി മിക്സ് ചെയ്ത് കഴിക്കില്ലേ, അതേപോലെ തന്നെ ഞാൻ ഉദ്ദേശിച്ചത് ആ സെയിം ടേസ്റ്റാണെന്നല്ല, അതേപോലെ തന്നെയാണ് ഈ ബിരിയാണിയുടെ ഒപ്പം ആ ഗ്രേവിയും കൂടി ഒഴിക്കുമ്പോൾ കിട്ടുന്ന ടേസ്റ്റ് ഉണ്ടല്ലോ, അന്യായമാണ് മോനെ. കാരണം ഞാൻ വളരെയധികം ആസ്വദിച്ച് ഫുഡ് കഴിക്കണ കൂട്ടത്തിലാണ് പൊതുവെ. ഇങ്ങനെ പുറത്തുനിന്ന് കഴിക്കുമ്പോൾ ആദ്യമായിട്ടാണ് ഒരു ഫുഡ് കഴിക്കാനായിട്ട് കൊണ്ടുപോയി വെച്ചിട്ട് നമുക്ക് തന്നേക്കണതിൽ ബാക്കി വന്നതെന്ന് വെച്ചാൽ ഒരാൾക്ക് കഴിക്കാനുള്ള ഒരു ബിരിയാണി എത്രത്തോളം കിട്ടുമെന്ന് നമുക്കറിയാം. അതിൽ ഇഷ്ടംപോലെ ബാക്കി വന്നെന്ന് പറയുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. എന്നിട്ട് എൻ്റെ ഫുഡ് ഞാൻ കഴിച്ച് എൻ്റെ വയറ് നിറച്ച് എല്ലാം ഉണ്ടാ നക്കി തുടച്ച് ഞാനത് അവിടെ വെച്ച് കൈ കിട്ടിയ ലെമൺ ജ്യൂസാണ് കേട്ടോ സംഭവം. നമുക്ക് അഫോർഡബിൾ പ്രൈസിൽ അവിടെ കിട്ടുള്ളൂ. അതാകുമ്പോൾ 80 രൂപയ്ക്ക് കാര്യം നടക്കും. ബാക്കിയുള്ള എല്ലാ ഡ്രിങ്കിനും 100 രൂപക്ക് മേലെയാണ്. അത് നമ്മുടെ ഇവിടെ കിട്ടുന്ന നോർമലി മുജീറ്റോസൊക്കെ ഉണ്ടല്ലോ 90 രൂപയൊക്കെ കിട്ടുന്ന സാധനം. അതേപോലെ തന്നെ ലെമൺ ജ്യൂസാണെങ്കിൽ നമുക്ക് 100 രൂപക്ക് മേലാണ്, 125 സംതിങ് ആണ് ഇതിൻ്റെ റേറ്റ്. ഇത് നാരങ്ങ വെള്ളം ലെമൺ വാട്ടറാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത്, മനസ്സിലായോ. പിന്നെ അയാൾ ബില്ല് കൊണ്ടേ തന്നു കഴിഞ്ഞപ്പോൾ ബില്ലിൻ്റെ ഒപ്പം നമുക്ക് വായിലിടാനുള്ള മറ്റേ മിൻറ്റ്, അതായത് നമ്മൾ മന്തി കഴിച്ചിറങ്ങുമ്പോൾ ജീരകവും കൽക്കണ്ടവും വെച്ചിട്ടുണ്ടാവും. ഇവിടെ അത് പാക്ക് ചെയ്ത് ജീരക മിഠായി ആയിട്ട് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. പിന്നെ ബില്ല് ശ്രദ്ധിച്ച് നോക്കിയേ, എനിക്ക് കാണാൻ പറ്റണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ, 857 രൂപയായി ഈ സാധനം. സുഹൃത്തുക്കളെ, അങ്ങനെ നമ്മുടെ തലപ്പാക്കട്ടി ബിരിയാണിനോടുള്ള മൽപ്പിടുത്തവും കഴിഞ്ഞ് വയറും വീർപ്പിച്ച് വയറും തടകിയാണ് ഞാനിപ്പോൾ പുറത്തിറങ്ങി നിൽക്കുന്നത്. ഉണ്ണി പകുതി നിന്ന പാത്രത്തിലുള്ളതും കൂടി ഞാനത് നിന്ന് രണ്ടും കൂടി കഴിച്ചിട്ട് എൻ്റെ വയറ് വീർത്ത്, ഒന്നാമത് വയറ് വീർത്ത് നിൽക്കണം, അതിൻ്റെ കൂടെ ഒന്നും കൂടി വീർത്ത്. അപ്പോൾ ഈ തലപ്പാക്കട്ടി ബിരിയാണി കിട്ടുന്നത് ഡെക്കാത്തലോണിൻ്റെ സമീപം കളമശ്ശേരിയിലാണ്. ഫ്രീ ആയിട്ടുള്ളൊരു ആയോ വന്ന് കഴിക്കൂ. എന്നാൽ ഞാൻ പോട്ടെ, അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ ബൈ. Oh, the danger! Alan Shaji finishes off his style. A powerful shot into the gap. Mood Padinyar won the match by 3 wickets. The party starts in the dressing room. Mood Padinyar won the series by 3-1. Hi guys, welcome to Simbu's Journey. ഞാനിപ്പോൾ എങ്ങോട്ടേക്കാണ് പോണേന്ന് നിങ്ങൾ ആലോചിക്കണ്ടാവും. കണ്ട, ഇത് നമ്മുടെ ബീച്ച് ഗേറ്റ് വേ ടർഫ്. ഇപ്പോൾ ഭയങ്കര മഴയും കാര്യങ്ങളും ആയതുകൊണ്ട് ഞങ്ങളുടെ ഗ്രൗണ്ട് ആകെ നനഞ്ഞ് ചീഞ്ഞ് പണ്ടാരവി കിടക്കുന്നു. അപ്പം ഞാൻ എന്ത് ചെയ്ത് കൂട്ടുകാരന്മാരോട് പറഞ്ഞാൽ നമുക്ക് ടർഫ് എടുത്താലാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു ഞായറാഴ്ച ദിവസം നോക്കി ടർഫ് ബുക്ക് ചെയ്ത് അങ്ങനെ എല്ലാവരെയും വിളിച്ചു കൂട്ടി ടർഫിലോട്ട് വന്ന് കയറിയിട്ടുണ്ട്. നമ്മുടെ ഈ ചെറായി മുനമ്പം റൂട്ടിലുള്ള ഒരു ടർഫാണത്, ഉള്ളതിൽ ഏറ്റവും ചെറിയ ടർഫ്. പാവങ്ങളുടെ ടർഫ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം റേറ്റും കുറവാണ്, അതേപോലെ തന്നെ സ്ഥലവും ആവശ്യത്തിന് നമുക്ക് കൗണ്ടി കളിക്കാനുള്ള സ്ഥലമുണ്ട്. അപ്പം അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ഇവിടെ വന്ന് കയറി ആ മാറ്റും സാധനങ്ങളൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ നോക്കിയാണ്. അപ്പം നമുക്ക് കളിക്കാനായിട്ട് ഒരു 4 പേരുടെ കുറവുണ്ട്. അതായത് അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മളെ പുറത്ത് കുറച്ച് മുമ്പ് കളി നിർത്തിപ്പോയ അപ്പുറത്തെ വേറൊരു ടീമിൽ ഒരു 3 പിള്ളേരെയും കൂടി വിളിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മ കളി തുടങ്ങാൻ വേണ്ടി പോണേണ്. അല്ലേ, ഈ കാപ്പിയും അതേപോലെ ഈ നീലയും തൊട്ടപ്പുറങ്ങുന്ന വെള്ളയും ബനിയനിട്ട പിള്ളേരെയാണ് നമ്മ കളിക്കാനായിട്ട് വിളിച്ചത്. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ മനസ്സൻ വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞപ്പോൾ അതേ മുട്ടൊക്കെ മടക്കി കുറച്ച് ഷോ ഇറക്കാൻ വേണ്ടി വീശി കളിയാക്കിയതുകൊണ്ടായിരിക്കണം തൊട്ടടുത്ത ബോളിൽ ആ കള്ളപ്പന്നി എൻ്റെ മുഖത്തോട്ട് തന്നെ ബോൾ അടിച്ചു. നമ്മ പിന്നെ നല്ല മെയ്വഴക്കമുള്ളതുകൊണ്ട് ചാടി മാറിക്കളഞ്ഞു. പിന്നെ അക്കാരെ തരംതിരിച്ച് കേവിടുന്ന പരിപാടിയാണ്. ഞാനും അറപ്പനും കേവിടാൻ പോകും. കഴിഞ്ഞ പ്രാവശ്യം ഞാനായിട്ട് ഇപ്പൊ നിന്റെ അറിയണം. എന്തിനോടാ നീ ചെമ്പരത്തി, ഞാൻ മുക്കുറ്റി. കേവിട്ടട്ടാ, ഞാൻ ചെമ്പരത്തി മുക്കുറ്റി.
അങ്ങനെ ഓരോരുത്തരായിട്ട് ഇവിടെ ഉണ്ട്. ഇതേ അനീമ ആഷിലും കേവിടാൻ പോണ്. ആ പിള്ളേര് രണ്ടുപേര് കേവിടാനായിട്ട് പോണ്. കണ്ട എല്ലാരും കേവിടാൻ നിപ്പണ്ട. അല്ലനും മണസനും പോയി കേവിട്ട്. വിമലും പ്രണവുമാണ് ക്യാപ്റ്റന്മാര് നിന്നിരുന്നത്. അപ്പൊ ഓരോ വിളിയും കഴിഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുന്ന സീനാണ് കാണുന്നത്. അങ്ങനൊക്കെ വിട്ട് കഴിഞ്ഞപ്പോ വിമലിന്റെ ടീമിൽ ഞാനുണ്ടായിരുന്നു, അതേപോലെ തന്നെ അനിയ ഉണ്ടായിരുന്നു, പിന്നെ ഷെർബി ഉണ്ടായിരുന്നു, അലൻ ഉണ്ടായിരുന്നു, പിന്നെ പിള്ളേര് കാപ്പി ബനിയനിട്ട പയ്യനും നമ്മുടെ ടീമിലേക്ക് ആ നീല പയ്യനും നമ്മളെ തന്നെ കയറി. നമ്മുടെ ടീം സെറ്റായി, അവരെ സെറ്റായി. അടുത്തത് ടോസ് ഇടുന്ന പരിപാടിയാണ്. കൈമാറ്റരുത്. നമ്മ ഓടോറിവനാണ് ടോസ് ഇടുന്നത്. ആദ്യമായിട്ടാണ് വിമലിന് അതിൽ ടോസ് കിട്ടുന്നത്. അങ്ങനെ ഞങ്ങളുടെ ടീം ബാറ്റ് ചെയ്യാനായിട്ട് ഇറങ്ങി. ബാക്കി കളി ഇങ്ങനത്തെ കണ്ടോ? വേണ്ട വേണ്ട എറിഞ്ഞോ. ഒരു കിടിലൻ സിംഗിൾ ഇട്ടുണ്ടും അനി നമ്മുടെ ഇന്നിങ്സിന്റെ ആദ്യത്തെ റണ്ണ് അങ്ങോട്ട് ഓപ്പൺ ചെയ്തു. പിന്നെ അങ്ങോട്ട് അടിയോടടിയായിരുന്നു ടീം. കിട്ടി അലൻഷായി ഗോൾ ഉണ്ടാക്കി. Pranav P.U. from Janata. Vimal Raj from Prajna. Oh, what a feeling, Manu. Manu, just look here. Manu. Sherby, wicket. കട്ട് ചെയ്യാൻ നോക്കുന്നു. ഡ്യൂ ടു സം സിസ്റ്റമാറ്റിക് റീസൺസ് അവന്മാരുടെ സെക്കൻഡ് ബാറ്റിംഗ് അവർ ഈ വീഡിയോ എടുക്കണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ആ വീഡിയോ ഒഴിവാക്കി. കാരണം അവര് തൂറി. അത് ആൾക്കാര് കാണാൻ അവർക്ക് നാണക്കേടുള്ളത് കൊണ്ടായിരിക്കാം അവരെ എടുക്കണ്ടെന്ന് പറഞ്ഞത്. അതുകൊണ്ട് ആ വീഡിയോ എടുത്തില്ല. നമ്മുടെ സെക്കൻഡ് ബാറ്റിങ്ങിന്റെ അടുത്ത വീഡിയോ വന്നിട്ടുണ്ട്. Vimal Raj. Pranav P.U. misfield. Manu Madhav, yes. Vimal Raj. That's out. Short. Sherby. First goal is an outside. Football goal post വന്നിരിക്കുന്നു. Short. Good field from Pranav P.U. രണ്ട് ക്യാപ്റ്റന്മാർ തമ്മിലുള്ള പോരാട്ടം. ഫീൽഡിംഗ്
അനിൽ രാജ് മണപ്പാടൻ. ഷോട്ട് ലാസ്റ്റ് ബോൾ ആഷിൽ തോള. അനിൽ രാജ് ഷോട്ട് ഫ്രം കഴിഞ്ഞ കളി അവന്മാര് നാണം കെട്ട് നാർന്ന വീഡിയോ എടുക്കാൻ പറ്റാത്തോണ്ട് ഈ കളി അപ്പുശാന്തി വന്നപ്പോ അവന്മാരെ ബാറ്റിങ്ങും വീഡിയോ എടുത്തു. അങ്ങനെ മനു മാധവിന്റെ മാസ്മരിക ബാറ്റിംഗ് ആണ് നമ്മൾ കാണുന്നത്. മനുവും ആദപ്പനും കൂടി കയറി അങ്ങോട്ട്. നമ്മുടെ കളി 5 ഓവറാണ്. 5 ഓവറിൽ 25 റണ്ണ് എടുത്താൽ അവന്മാർക്ക് ഈ കളി ജയിക്കാം. ആ കളിയാണ്ടത്. നാല് ഓവർ കഴിഞ്ഞ് അങ്ങനെ ലാസ്റ്റത്തെ ഓവറിന്ന് 8 റണ്ണ് വേണം. ക്യാപ്റ്റൻ എന്നോട് ചെയ്യാൻ പറഞ്ഞു. അപ്പൊ അലൻ ഷാജി അവിടെ വന്നു. ഞാൻ എറിഞ്ഞോളാം, ഐ ആം ഹൈലി കോൺഫിഡന്റ് എന്നും പറഞ്ഞാൽ വന്നങ്ങനെ എറിഞ്ഞു. ആ ഓവർ നിങ്ങൾ അങ്ങോട്ട് കണ്ടോ? ഒന്നും പറയാനില്ല. 5 ബോള് അലൻ ഷായി മണസന അവിടെ ഇട്ട് കറക്കി. എല്ലാ സൈഡിൽ നിന്നും കാറ്റ് വീശി ഞങ്ങൾക്ക് ഇങ്ങനെ കാറ്റ് കിട്ടിക്കൊണ്ടിരിക്കുന്നു. ഒരൊറ്റ ബോള് ബാറ്റിന് തൊടാൻ പറ്റിയില്ല. 5-ാം ബോള് ബാറ്റിന് കൊണ്ട് അത് ഔട്ടായി. ലാസ്റ്റ് ബോള് അത്യുജ്വല ജയം ഞങ്ങൾക്ക് അലൻ ഷായി സമ്മാനിച്ചു. കോൺഫിഡൻസ് എന്നൊക്കെ പറഞ്ഞ ഇതാണ് ഐറ്റം. ചോദിച്ചു കാണിച്ചെറിഞ്ഞപ്പോ പട്ടിനെ തല്ലോന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ അലൻ ഷായി വേറെ ഗീറായിരുന്നത് മോനെ, അതും മണസൻ. ബാഡ് വെതർ കണ്ടീഷൻ കാരണം 3-ാമത്തെ കളി നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. കളി ഞങ്ങൾ തോറ്റുപോയി. അത് ആദപ്പന്റെ മാസ്മരി ഇന്നിങ്സ്, പ്രണവിന്റെ കളി, മണസന്റെ ബോളിംഗ് കൊണ്ട് അവന്മാര് ജയിച്ചു. ഇത് നമ്മുടെ ലാസ്റ്റ് കളിയാണ്. ലാസ്റ്റ് കളിയിലെ ഫൈനൽ ഓവറാണ്. 8 റണ്ണ് വേണം. അലൻ ഷായി ബാറ്റ് ചെയ്യാൻ നടക്കുന്ന സീനാണ് നിങ്ങൾ കാണുന്നത്. അടിച്ച് പെരപ്പറങ്ങിയിട്ട് കളഞ്ഞു. ഞാനും അനി ആദ്യം തന്നെ കയറി കുറച്ച് ബോൾ അവിടെ നിന്ന് തുഴഞ്ഞി കളഞ്ഞി. വിമലും അലനും കൂടി വന്ന് പാർട്ട്ണർഷിപ്പിൽ അടിച്ചാണ് ഈ കളി ജയിപ്പിക്കണം. 25 റണ്ണ് ജയിക്കാൻ വേണമായിരുന്നു. അലൻ 2 4 അടിച്ച് വിന്നിങ് റണ്ണും അടിച്ച് കളി ജയിച്ചു. അത്രയും നേരം സ്ലെഡ്ജ് ചെയ്ത് വായിൽ നാട്ടിട്ട് അലച്ചോണ്ടിരുന്ന മണസൻ മിണ്ടാൻ പറ്റാണ്ട് നടന്നു പോണ സീനാണ് ഈ കാണുന്നത്. പാവങ്ങൾ. അടുത്ത കളിക്ക് ബാറ്റ് ചെയ്യണമെന്നും പറഞ്ഞ് ഷെർബി ആദ്യം തന്നെ പോയി ബാറ്റായിട്ട് അവിടെ പോയി നിൽക്കായിരുന്നു. പക്ഷേ സമയക്കുറവ് മൂലം നമുക്ക് അടുത്ത കളി കളിക്കാൻ പറ്റിയില്ല. പാവം വിഷമത്തോടെ തിരിച്ചു വന്നു. ഇനിയും കൂടുതൽ വീഡിയോസ് ആയിട്ട് ഞാൻ പിന്നെ വരാം. ഇപ്പൊ പോണ് ബൈ ദ ബൈ. ഇത്രയും മനോഹരമായ ഒരു ടോപ്പ് വന്നിട്ട് നമ്മ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തിട്ട് നമുക്ക് വരാൻ പറ്റാത്തൊരു ഇതുവരെ ആരും പോകാത്ത മൊട്ടക്കുന്ന്, അതായത് മലയിലേക്കാണ് ഞാനും സൂര്യയും കൂടി ഇപ്പൊ കയറാൻ പോണത്. സംഭവം സൂക്ഷിച്ച് നോക്കിയും കണ്ടും പോകാനാണ് നമുക്ക് ഇവിടെ ഉള്ള ഓണർ തന്ന ഇൻസ്ട്രക്ഷൻ. വേറൊന്നുമല്ല, പന്നിയുടെ ശല്യം ഉണ്ടെന്ന് പറഞ്ഞു. ലേഡീസായിട്ടും കുട്ടികളായിട്ടും ഒരു കാരണവശാലും കയറരുതെന്ന് പുള്ളി പറഞ്ഞതിനെ തുടർന്നു ഞാനും സൂര്യയും കൂടി പോവാന്ന് കരുതി. കാരണം ബാക്കിയുള്ളവന്മാരൊന്നും വിളിച്ചിട്ട് നിലവിൽ അവൈലബിൾ അല്ല. ഈ കോട പോണതിന് മുമ്പ് നമുക്ക് അതിന്റെ മുകളിൽ കയറണം. കാരണം വേറൊന്നും കൊണ്ടല്ല, കോട പോയി കഴിഞ്ഞാൽ പിന്നെ അതിലൊരു ത്രില്ലുണ്ടാവില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ പോവാന്ന് കരുതിയത്. ഇപ്പൊ നോർമലി ഞാൻ പറയണ പോലെ തന്നെ മറ്റേ സമുദ്രനിരപ്പിൽ നിന്നും 5300 അടി ഉയരത്തിലാണ് നമ്മൾ നിൽക്കുന്ന ഈ ഒരു പൊസിഷൻ സ്ഥിതി ചെയ്യണത്. മനസ്സിലായി? അപ്പൊ നമുക്ക് പോകേണ്ടത് അവിടെയാണ്, ആ ടോപ്പിൽ. കോട കാരണം നിലവിൽ നമുക്കൊന്നും കാണാൻ പറ്റൂല. പക്ഷെ നമ്മളതിലേക്ക് പോകും.
കുറച്ച് അഡ്വഞ്ചർ ഉണ്ടെങ്കിലല്ലേ നമ്മുടെ ഓരോ ട്രിപ്പ് അടിപൊളിയാവും. അപ്പോ എന്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ദിസ് ഈസ് സിംബു ഫ്രം സിംബൂസ് ജേണി. കമാൻ. അപ്പൊ നമ്മൾ ഇവിടെ നിന്നുള്ള നമ്മുടെ യാത്ര തുടങ്ങി. നിങ്ങൾക്കൊക്കെ വേണ്ടിയാണ് ഞാൻ ഈ കഷ്ടപ്പെട്ട് ഇതിന്റെ ടോപ്പിലൊക്കെ വലിഞ്ഞ് കയറണം. എന്റെ ഒരു നന്ദി ഇല്ലായിരിക്കും ഉണ്ടാവണം. ഇത്രയും റിസ്ക് പിടിച്ച് ഞാൻ എന്റെ പോളിടെക്നിക് കോളേജ്, ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് വണ്ടിപ്പെരിയാറിൽ പഠിച്ചപ്പോ പോലും ഇത്രയും റിസ്ക് എടുത്ത് 1-2 മലയൊക്കെ കയറിയിട്ടുണ്ട്. എന്നാലും മറ്റുള്ളവരെ ഒന്ന് കാണിക്കണമെന്ന് കരുതി ഇതുവരെ എക്സ്പ്ലോർ ചെയ്യാൻ പോയിട്ടില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാവരും പറ്റുമെങ്കിൽ ഇതൊക്കെ ഒന്ന് കണ്ട്, പറ്റുമെങ്കിൽ ഇവിടെ വന്ന് സ്റ്റേ അടിക്കും. ഈ മല എന്തായാലും നിങ്ങളെ കൊണ്ടായിരിക്കും കയറാൻ പറ്റൂല. കയറാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ആരെങ്കിലും വന്ന് കയറിയിട്ട് ഇതേപോലെ ഒരു വീഡിയോ ഇട്ടുക, ഞാനത് കണ്ടോളാം. ഓക്കെ. കോടയൊക്കെ പതുക്കെ പോയി തുടങ്ങി. നമ്മിപ്പോ അതേ കറക്റ്റ് ഇതിന്റെ ഒരു അടിഭാഗത്താണ് നിക്കണത്. അവിടെയാണ് ടോപ്പ്. നമ്മിപ്പോ കറക്റ്റ് ഈ ലെവലിലാണ് നിക്കണത്. കറക്റ്റ് നേരെ ഇല്ല. നമ്മ ഇനി ഇവിടെ നിന്ന് മുകളിലോട്ട് പോവാൻ പോണാണ്. സംഭവം ഫാമിലി ആയിട്ട് വരാൻ പറ്റിയൊരു സ്ഥലമാണ് ഇത്, കുഴപ്പമില്ല. പക്ഷെ പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ പരമാവധി നമ്മളിവിടെ വരാണ്ടിരിക്കണായിരിക്കും നല്ലത്. കാരണം പിള്ളേർക്ക് എൻജോയ് ചെയ്യാൻ പറ്റണമെന്നില്ല. കാരണം അത്രയും തണുപ്പും കോടയും കാര്യങ്ങളുമാണ് ഇവിടെ മൊത്തം. രാവിലെ തന്നെ കുഞ്ഞൻ പറഞ്ഞാണ് നമുക്ക് ഇതിന്റെ ടോപ്പ് ഒന്ന് കയറണമെന്ന്. പക്ഷെ ഭയങ്കര കോട കാരണം നമുക്ക് ഇതിന്റെ ഒരു അടിഭാഗം പോലും കാണാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു. അതുകൊണ്ട് നമ്മ നേരം കയറിയില്ല. ഒരിത്തിരി കോട നടന്നു കഴിഞ്ഞപ്പോ ടോപ്പിലേക്ക് കേറണ്. പാമ്പും പഴുതാരയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. കാടും മലയും കുന്നൊക്കെ അല്ലേ. പക്ഷേ സത്യം പറഞ്ഞ ഒരിത്തിരി പേടിയുണ്ടെങ്കിലും ഈ ഒരു അറിയപ്പെടാത്ത ഈ ഒരു സ്ഥലം എല്ലാവരും അറിയണമെന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ഞാൻ ഇത്ര റിസ്ക് എടുത്ത് ഇതിന്റെ മുകളിലേക്ക് പോവാന്ന് കരുതി. ഞങ്ങൾ ഇത്ര റിസ്ക് എടുത്ത് ഇതിന്റെ മുകളിലേക്ക് പോവാന്ന് കരുതി. തണുത്തിട്ട് കയ്യും കാലൊക്കെ മരവിച്ചൊരു പരി പോയി. ഒരുപാട് കയറാനുണ്ട് മോളില്. ശരിയാണ്ട, എനിക്കത് തോന്നി. മോളില് കാടാവാനാണ് സാധ്യത. മുകളിൽ മരങ്ങള് കൂടുതലായിട്ട് കാണുന്നുണ്ട്. ഈ ഒരു തണുപ്പിന്റെ ഇടയിലും ഈ മല കയറാനായിട്ട് എന്റെ കൂടെ ആരെങ്കിലും വരുമോന്ന് ഞാൻ അന്വേഷിച്ചപ്പോ ഞാൻ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ എന്റെ അടുത്ത് സൂര്യ പറഞ്ഞു നമുക്ക് കയറാം. വേറെ ആരും ഉണ്ടായിരുന്നില്ലെന്നല്ല, എല്ലാവർക്കും കയറണമെന്നുണ്ടായി. പക്ഷെ എല്ലാവർക്കും ഫാമിലിയും പിള്ളേരും അവരുടെ സംരക്ഷണം നോക്കണം. അതെ. അതുകൊണ്ട് ഇപ്പൊ നിലവിൽ ഞങ്ങൾ മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ല. ബാക്കി നിങ്ങൾക്ക് ഇതിന്റെ ബാക്ക് ക്യാം വഴി ഞാൻ കാണിച്ചു തരാം. നല്ല കാറ്റുണ്ട്. കോടയൊക്കെ ഒരുവിധം താഴ്ന്നു തുടങ്ങി. പന്നി ശല്യം ഉണ്ടെന്ന് പുള്ളി പറഞ്ഞത് കൊണ്ട് തന്നെ നമ്മ കുറച്ച് ശ്രദ്ധിച്ചൊക്കെ നടക്കണം. പിന്നെ ഇടുക്കി ഏരിയ കൊണ്ട് അട്ട ഉണ്ടാവുകയായിരിക്കും. പക്ഷെ അട്ട കടിക്കുന്നത് നല്ലതാണ്. നമ്മുടെ ബോഡിയിലെ നമ്മുടെ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ബ്ലഡൊക്കെ അട്ട അങ്ങനെ എടുത്തോളും. നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നും വരൂല അട്ട അടിച്ചെന്ന് വെച്ച്. മുകളിലോട്ട് കയറാനുള്ള വഴി ഇത്തിരി കടുപ്പമേറിയതായി വന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ചൊറിയാമ്പുഴ ഉണ്ടട്ടാ, അത് ഇവിടുത്തെ ഭയങ്കര ഒരു നിലവിലിപ്പോ കണ്ടത്രയും വെച്ച് നോക്കുമ്പോ അത്യാവശ്യം പുഴുള്ള ഏരിയയാണ് ചൊറിയാമ്പുഴ ഉള്ളത്. നമുക്ക് ഏറി ഇതിന്റെ ഏകദേശം ഒരു കാൽഭാഗത്തോളം ആയി. കണ്ട, നമ്മുടെ റൂമിനെ പറ്റി ഒരറിയൂല. നമ്മ ഇത്ര ദൂരം വന്നാ നൈസ്. അതിന്റെ ടോപ്പിലാണ് നമ്മുടെ റൂം. സുഖു കമോൺ. ഒന്നും കാണില്ല. ഞാൻ അവരോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, കുറച്ചു നേരം കഴിഞ്ഞ് ഞങ്ങൾ ആരെ കണ്ടില്ലെങ്കിൽ ഫോൺ വിളിക്കുകയോ വന്ന് അന്വേഷിക്കുകയോ ചെയ്യണമെന്ന്. കുറച്ചും കൂടി ഉള്ള ടോപ്പിലേക്കെത്താൻ പോവാ. വാ. പണ്ട് ചാർലി പറഞ്ഞിട്ടുണ്ട്, മീശപ്പുലിമലയിൽ മഞ്ഞ് വീണ കണ്ടിരണ്ട, മാജിക് മഷ്റൂം കണ്ടിരണ്ട. ഇതൊന്നും കാണാണ്ട് മുകളിലോട്ട് ചെന്നാല് മൂപ്പരി ഇതൊക്കെ ചോദിക്കും, ഇതൊക്കെ കാണാണ്ട് എന്തിനാ വന്നേന്നൊക്കെ. അതെ, നമ്മുടെ ഇത്രയും അതെ അധികം എക്സ്പ്ലോർ ചെയ്യാത്തൊരു ഏരിയ. നമ്മുടെ ഇത്രയും അടുത്ത് കിടന്നൊരു സ്ഥലം കണ്ടില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ജീവിച്ചിരിക്കുന്നത്?
അതെ, നമ്മുടെ ഇത്ര അടുത്ത് ഒരു സ്ഥലം കിടന്നിട്ട് നമ്മത് കണ്ടില്ലെങ്കിൽ മോശമല്ലേ? ആ ഒരു തോന്നലാണ് എന്നെ കൊണ്ട് ഈ ഒരു വീഡിയോ ചെയ്യാൻ പ്രേരിപ്പിച്ചത്. അതെ, എനിക്കും അത്യാവശ്യം നന്നായിട്ട് പേടിയാവുന്നുണ്ട്. ആകെ 100-300 പേര് കാണുമെങ്കിലും ആ കണ്ട് ഇൻസ്പയർ ആയിട്ടെങ്കിലും ആരെങ്കിലും ഇവിടെ വരട്ടെ. കാരണം ഇത്രയും നല്ലൊരു സ്ഥലം, ആരും കേറാത്ത ഈ മല കേറി എന്നുള്ള ആദ്യത്തെ പേര് സിംബുവിനും സുഖിരിക്കും തന്നെ ഇരിക്കട്ടെ. ഏത് നിലവിൽ പാമ്പിന്റെ ശല്യം മാത്രമേ നമ്മൾ ഇത്തിരി പേടിക്കണുള്ളൂ. ടൈഗർ റിസർവ് ഏരിയ അല്ല, എന്നാലും പന്നി ശല്യം ഉണ്ടെന്ന് പുള്ളി നമ്മുടെ അടുത്ത് പ്രത്യേകം പറഞ്ഞു. നമ്മ ഇവിടെ അത്യാവശ്യം ഏകദേശം ഒരു ഭാഗത്തേക്ക് എത്തിക്കഴിഞ്ഞു. കണ്ട, ഒരു നടുഭാഗത്തേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു. അങ്ങനെ നമ്മളിപ്പോ ആഷിക്ക് വിളിക്കുന്നുണ്ട്. എന്താണെന്നാവോ, ഒന്ന് അറ്റൻഡ് ചെയ്ത് നോക്കിയിട്ട്. ആഷിക്ക് നമ്മളിപ്പോ വിളിച്ചത് നല്ല പച്ചത്തെറി പറയാനാണ് സുഹൃത്തുക്കളെ. മുട്ടക്കുങ്ങി കയറാൻ പോകണ്ട, പോയാ വിളിക്കണമെന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞിരുന്നാണ് പറയണത്. ഞാൻ വെളുപ്പിനോട്ടൊക്കെ ഞാൻ പുറകെ കിടക്കുന്നു. കുഞ്ഞൻ മാത്രം വരാന്ന് പറഞ്ഞു. പക്ഷെ കൊച്ചിനെ നോക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്നപ്പോ കുഞ്ഞനെ ഇറങ്ങാൻ പറ്റിയില്ല. അതപ്പ ഞാൻ കാത്തുനിന്ന് നമ്മൊരു വഴിയായി. നമുക്ക് കറക്റ്റ് നടുഭാഗത്താണ്. ചുറ്റും കൂടെ ഒരു വക കാണാൻ പറ്റില്ല. ഒരു വക നമുക്ക് ഇതിന്ന് കാണാനായിട്ട് പറ്റണില്ല. എല്ലാം നിങ്ങൾക്ക് വേണ്ടിയാണ്. നമ്മ അങ്ങനെ ഓൾമോസ്റ്റ് ടോപ്പിലേക്ക് എത്തിക്കഴിഞ്ഞു. ഏകദേശം ടോപ്പ് എത്തി. ചുറ്റും പറഞ്ഞൊന്നും കാണാൻ പറ്റില്ല. ഇനി ശ്രീനിവാസം പറഞ്ഞോണ്ട് അവളാ തട്ടം അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞ എന്റെ സാറേ ചുറ്റുള്ളൊന്നും കാണാൻ പറ്റൂലെന്ന് പറയില്ലേ. ഇത് തട്ടൊന്നും ഇടണ്ട. ഹിമാലയ ടോപ്പിക്ക് ഇട്ട് ഒരു വക കാണാൻ പറ്റല്ല. ചുറ്റും കോട മാത്രം. കണ്ട, ഫോൺ ഷെയ്ക്കാവുന്നുണ്ട്. നല്ല കാറ്റിന്റെ തണുത്തിട്ട് വിറക്കണത് കൊണ്ടാണ്. കണ്ട, നമുക്കിനി ടോപ്പിലേക്ക് അധികം ദൂരമില്ല. ഞാൻ കാണിച്ചുതരാം. ഓൾമോസ്റ്റ് നമ്മൾ ടോപ്പ് എത്തിക്കഴിഞ്ഞു. കുറച്ചുകൂടി ദൂരം, ഒരിത്തിരി. ചുറ്റും കോടയാണ്, ഒടുക്കത്തെ കോട. ഇപ്പൊ ഏറ്റവും ടോപ്പില് നമ്മ എത്തി. ഒരു നീല കളറിലെ പൂ ഞാൻ കണ്ട്. ഇനി നീലക്കുറിഞ്ഞ വല്യാണെന്ന് എനിക്കറിയാൻ പാടില്ല. നീലക്കുറിഞ്ഞ ഞാൻ ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ല. കണ്ട, അവിടെ ഇവിടെയൊക്കെ ഉണ്ടായിട്ട് ഇപ്പുണ്ട് ഈ സാധനം. ഇത് നിങ്ങൾക്ക് ക്യാമറയിൽ എത്രമാത്രം നിങ്ങൾക്കൊരു ഇത് കിട്ടുമെന്ന് എനിക്കറിയില്ല. കണ്ട, പിന്നിട്ട വഴികളെല്ലാം നോക്കുമ്പോ ഇന്ന് നമ്മളിവിടെ വന്നില്ലെങ്കിൽ നമുക്ക് ഏറ്റവും നഷ്ടപ്പെടാൻ പോയിരുന്നത് ഈ ലോകത്തില്, അതായത് ഈ ജീവിതത്തിൽ നമ്മ നഷ്ടപ്പെട്ടേക്കണ ഏറ്റവും വലിയൊരു കാഴ്ചകളിലൊന്നും തന്നെ ഈ പോയാനെ. കാരണം ഈ ഒരു വൈബ്, ഈ ഒരു തണുപ്പ്, ആരും കയറാത്ത മല നമ്മളാദ്യം കയറി എന്ന് പറയുമ്പോ തന്നെ അത് തന്നെ ഏറ്റവും വലിയ കാര്യമാണ്. ആരും കയറാത്ത മലയെന്ന് ഞാൻ ഉദ്ദേശിച്ചത്. അതേപോലെ വ്ളോഗ് എടുക്കാൻ ആരും കയറാത്തതാണ്. പണിക്കാരും അവരൊക്കെ എന്തായാലും വന്ന് കയറിയിട്ടുണ്ടാവും. കണ്ട, ഉള്ളിൽ കാറ്റ് നമുക്കൊരു തരത്തിലും നിക്കാൻ പറ്റണില്ല. അത്രയും കോടയുണ്ട്. പതുക്കെ കോടയൊക്കെ മാറി തുടങ്ങുമ്പോ നിങ്ങക്ക് കാണാം. കണ്ട, നമ്മ ഇറങ്ങിപ്പോയ വഴികളാണ് ആ കാണുന്നത്. പിന്നിട്ട വഴികളെല്ലാം മനോഹരം. ഇനി നമ്മൾ കാണാനിരിക്കുന്നത് അതിലും മനോഹരം. ആ ഒരു വിശ്വാസത്തിലാണ് ഞാൻ. വാ, മുകളിലോട്ട് പോവാ. ഏറ്റവും ടോപ്പിലോട്ട് നമ്മൾ ഇത്രയും എൻജോയ് ചെയ്ത് ഇതിന് മുമ്പ് ഒരു മല കയറിയത് ഞാൻ എന്റെ കോളേജിൽ പഠിക്കുമ്പോ എന്റെ കൂട്ടുകാരന്മാരുടെ ഒപ്പം കുമളിയിൽ പോളിടെക്നിക് പഠിക്കുമ്പോ ഞാൻ, സച്ചിൻ മൂർത്തി, എവിൻ, പിങ്കി, രാഹുൽ, അശ്വിൻ, സച്ചിൻ, നന്ദു, വിഷ്ണു, ഇവരെല്ലാവരും കൂടിയിട്ടാണ്. ഇവന്മാരെല്ലാരും കൂടി പിന്നെ കുറച്ച് ജൂനിയേഴ്സും ഉണ്ടായിരുന്നു. അവന്മാരെല്ലാരും കൂടി അവിടുത്തെ മലയുടെ ടോപ്പ് കയറി അവിടെ അടിച്ചു പൊളിച്ചത്രയും എനിക്കൊരു സന്തോഷം. ഇപ്പൊ
ഒരുപാട് നാളുകൾക്ക് ശേഷം ഇപ്പോഴാണ് കിട്ടുന്നത്. ഇവിടെ എത്തിയപ്പോ എനിക്കൊരു കാര്യം മനസ്സിലായി. നമുക്കേ പ്രായം കൂടുമ്പോ നമ്മ പല കാര്യങ്ങളും വേണ്ടെന്ന് നോക്കും. നമുക്ക് നമ്മുടെ ചെറുപ്പം നിലനിർത്തണമെങ്കിൽ ആദ്യം നമ്മൾ നിലനിർത്തേണ്ടത് നമ്മുടെ പഴയ മൈൻഡാണ്, നമ്മുടെ വൈബ് പിടിച്ച മൈൻഡ്. ആ മൈൻഡാണ് നമ്മളെ മുന്നോട്ടുള്ള എല്ലാ കാര്യത്തിനും നമ്മളെ സപ്പോർട്ട് ചെയ്യാനുണ്ടാവും. അതുകൊണ്ട് എത്ര കഷ്ടപ്പെട്ട് എത്ര നല്ല അവസ്ഥയിലാണെങ്കിലും മൈൻഡ് വിട്ട് കളയാണ്ടിരിക്കുക. പറ്റണ സാഹചര്യങ്ങളിൽ ഫ്രണ്ട്സിന്റെ പോയാലും ഫാമിലിയുടെ പോയാലും ഏറ്റവും മാക്സിമം എനിക്ക് പറയാനുള്ളത് നമ്മുടെ അടുത്ത് കിടക്കുന്ന അത്യാവശ്യം നല്ല കാര്യങ്ങൾ അതെങ്കിലും പോയി കാണുക. അതാണ് ഏറ്റവും വലിയ ഒരു ഓർമ്മകളായിട്ട് നമ്മുടെ ജീവിതത്തിൽ ബാക്കിയുണ്ടാവും. മനസ്സിലായോ? ഇടവിട്ട് ഈ പുല്ലുകൾ മാത്രമുണ്ട്. വേറെ മഴകളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ഇത് മറ്റേ ആരവുള്ള ചെടികളാണ്. പൊട്ടായും നമ്മുടെ ബോഡി ഇങ്ങനെ കീറൂലേ, അങ്ങനത്തെ സൈസ് ചെടികളാണ്. നമുക്ക് പോകാനുള്ള ടോക്കെത്താറായിട്ടാണ്. പക്ഷെ ഇതൊന്നും ആയിട്ടില്ല. ഒരുപാട് കയറാൻ കിടപ്പുണ്ട്. വന്ന ടൈം പോലും ഞാൻ നോക്കിയിട്ടില്ല. പുല്ലുകളെ നടിക്കണമെന്നാ മനസ്സിലാവും. ഇവിടെ എന്തോരം കാറ്റാണ് നിലവിൽ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. കേട്ടാ, കോടക്ക് കോട, തണുപ്പിന് തണുപ്പ്, കാറ്റിന് കാറ്റ്. അതാണ് ഈ മലയെന്ന് പറയാൻ പറ്റല്ല. വിറച്ചിട്ടേ ഈ ഒടുക്കത്തെ കാറ്റും കാര്യങ്ങളും കൊണ്ട് ഞാൻ പറയണ പല കാര്യങ്ങളും നിങ്ങൾക്ക് കേൾക്കാൻ പറ്റിയെന്ന് വരില്ല. മൈക്കിന് ചാർജ് ലോയായി തുടങ്ങി. ഒരു നോർമൽ മൈക്കാണ്, വലിയ പൈസ അല്ല. അതുകൊണ്ടായിരിക്കാം ചാർജ് ഇറങ്ങി തുടങ്ങി. അതുകൊണ്ട് തന്നെ സൗണ്ടിന് ഇത്തിരി എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ ക്ഷണിക്കുക. എടുത്ത് കഴിയുമ്പോ ഞാനത് ബാക്കി കാര്യങ്ങൾ സെറ്റ് ചെയ്തോളാം. നിങ്ങളിപ്പോ ബാക്കി കാഴ്ചകളും കാര്യങ്ങളും കണ്ട് നമുക്ക് അങ്ങനെ പോവാം. ഇത്രയും അടുത്ത് ഇത്രയും നല്ലൊരു മല കിടന്നിട്ട് ഇത് കാണാൻ പറ്റിയില്ല. പക്ഷേ പിന്നെ ഒരുപാട് കൂട്ടുകാരന്മാർക്ക് ട്രിപ്പ് മിസ് ചെയ്തിട്ടുണ്ട്. സാരമില്ല, അവന്മാരുടെ കല്യാണം കഴിയണേന് കാത്തിയണ്ട. നമുക്ക് എത്തിപ്പറ്റാൻ പറ്റാത്ത പല പല കാര്യങ്ങളും കണ്ടെത്തിയിട്ടുണ്ടാവും. ഞാൻ വിശ്വാസമല്ല, പക്ഷെ ഇങ്ങനത്തെ ചില സംഭവങ്ങളൊക്കെ നമുക്ക് കാണണമെന്നുണ്ടെങ്കിൽ കുറച്ച് കഴിക്കും കാര്യങ്ങളും പേടിച്ചിട്ട്, അതായത് ആ ചവിട് പറഞ്ഞാല് തമ്മി ശല്യമൊക്കെ എന്ന് പറയുമ്പോ പേടിച്ചിട്ട് ഞാൻ വരാറുണ്ട്. തന്നെ ഏറ്റവും വലിയൊരു സംഭവം ഇവിടെ ഞങ്ങൾക്ക് മിസ്സായനെ. അത് മിസ്സാവാണ്ടിരിക്കാൻ എന്നെ മോട്ടിവേറ്റ് ചെയ്ത് കൂടെ കൊണ്ടുവന്ന സുഗിരി ഇപ്പോ നമുക്കെന്നാ മുകളിലോട്ട് കയറാം. നമ്മളത് തൊട്ട് പുറകെയായിട്ട് മണസനും അങ്ങനെ കുഞ്ഞിനും വന്നിട്ടുണ്ട്. കുഞ്ഞിനിപ്പോ നമ്മളെ വിളിച്ചിരുന്നു, കയറി തുടങ്ങി. വൈകാണ്ട് അവരും കൂടെ എത്തും. നമുക്ക് എല്ലാവർക്കും കൂടി ചേർത്ത് ബാക്കിയുള്ള വീട്ടിലേക്ക് ഷൂട്ട് ചെയ്യാം. അതിൽ നിന്ന് എത്താറായി. അങ്ങനെ ഈ കമ്പിവേലി കടന്ന് സുഗിരി അപ്പുറത്തേക്ക് പോയി. കണ്ട, അപ്പൊ ഞാനും ഇത് കടന്നു പോണേന്. ഇത് മുള്ളുവേലിയാണ്, ഷോക്ക് കമ്പിയൊന്നും അല്ല. കണ്ട, അപ്പൊ മലയുടെ ഏറ്റവും ടോപ്പിലാണ് ഗായ്സ്. മൈക്കിന്റെ ചാർജ് ഇറങ്ങി, കംപ്ലീറ്റ് ആയി ലോസായി. അപ്പൊ നമ്മ ഇനി മൈക്കിന് നോക്കിയിട്ട് കാര്യമില്ല. ഇതിന്റെ മുകളിൽ വളരെ മനോഹരമായ ഒരു പൂന്തോട്ടം നമുക്ക് കാണാം. സുഗിരിയാണ് ആ പൂന്തോട്ടത്തിലേക്ക് നമ്മൾ എത്തിച്ചത്. ഈ തണുപ്പത്തും തലയെടുപ്പോടെ നിക്കണമെങ്കിൽ ആ പുഷ്പത്തിന്റെ പേര് എന്തായിരിക്കും എന്ന് നിങ്ങൾക്ക് മനസ്സിലായ? അമ്മേ, എനിക്കറിയാൻ പാടില്ല, അതുകൊണ്ടാണ് ചോദിച്ചത്. കണ്ടോ ഗായ്സ്,
മനോഹരമാ പുഷ്പങ്ങൾ, ഓറഞ്ച്, മഞ്ഞ, അങ്ങനെ പല സൈസിൽ പല കളറിൽ നിക്കണത് കണ്ട. താഴെ കൊക്കയാണ് ഗൈസ് കണ്ടാ. ഈ വഴി കഴിഞ്ഞു കഴിഞ്ഞാൽ താഴെ കൊക്കയാണ്. അത് നിങ്ങൾക്ക് എടുത്തു തരാൻ എനിക്ക് വേറെ നിവർത്തിയൊന്നുമില്ല. എന്നാ ഈ സ്റ്റിക്ക് മാക്സിമം അകത്തി പിടിച്ചിട്ടാണ് ഞാൻ എടുത്തേക്കണത് കണ്ടാ. കൊക്കയാണ് കൊക്ക. തൊട്ടപ്പുറം ഒരു ടൗൺ കാണാം. കണ്ടാ ഗായ്സ്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അത് കണ്ട ആ കാണുന്ന മലയിലാണ് നമ്മളിപ്പോ പോയ റിസോർട്ട്, നമ്മ സ്റ്റേ ചെയ്ത നമ്മുടെ റിസോർട്ട്. ആ മലയെന്നും ഇപ്പുറത്തൊരു മലയിലേക്കാണ് ഞാനും ശ്രീജിത്തും വന്ന് കയറിയത്. ആ മല കോടമൂടി. കണ്ട കോടമൂവി നോക്കി കണ്ട അങ്ങനെയുണ്ട്. ഇനി അടുത്തത് നമ്മ പോവാന്ന് വിചാരിക്കണ അതിന്റെ അവിടെ തന്നെ കാട് കണ്ട. കാട്ടിലേക്കാണ്. പോവാൻ പറ്റുമോ നോക്കട്ടെ, പറ്റണെങ്കിൽ പോവാം. ഇതിന്റെ ടോപ്പിൽ മനോഹരമായ കൃഷിയാണ് ഗായ്സ് കണ്ട. എനിക്ക് തോന്നുന്നത് കരിമ്പല്ല, കഞ്ചാവും അല്ല, ഏകദേശം അതേപോലെ ഒരു ചെടിയാണ്, കരിമ്പ് പോലത്തെ കണ്ട. നമ്മൾ വന്ന് കയറിയ മലയുടെ ടോപ്പ്. സൂപ്പർ. ആ കൃഷിയുടെ സൈഡിൽ കൂടി എന്തായാലും നടക്കാന്ന് ഞങ്ങൾ കരുതി. ഞങ്ങൾ നടക്കാണ്. എന്ത് കൃഷിയാണെന്ന് ഒരു പിടുത്തം കിട്ടിയിട്ടില്ല കണ്ട. വളരെ ഫ്ലാറ്റായ പ്രദേശമാണ് ഏറ്റവും ടോപ്പ് എന്ന് പറയുന്നത് കണ്ട. അപ്പുറം കൊക്കേണ്ടാവണം. എന്ത് കൃഷി നടക്കണ്ട, എന്തോ കൃഷിയാണ്. എന്ത് കൃഷിയാണെന്ന് നമുക്കൊരു പിടുത്തമില്ല. കണ്ടിട്ട് മറ്റേ കരിമ്പിന്റെ ഒക്കെ ചെടി പോലത്തെ ചെടിയായിരുന്നു ഒറ്റ ലുക്കിൽ. അങ്ങനെ നമ്മുടെ കൂടെ അല്ലെങ്കിലും പുറകെ എത്തിച്ചേർന്ന ആനക്കുഞ്ഞനും മണസനും എത്തിക്കഴിഞ്ഞു. ഇരുട്ടിൽ നിന്നും അല്ല കോടയിൽ നിന്നും ഒരു രൂപം നടന്നു വരുന്നത് നിങ്ങൾ കാണുന്നുണ്ടോ? നിങ്ങളത് കണ്ടോ ഗായ്സ്? മണസനും ആനക്കുഞ്ഞനുമാണ്. സോറി, മണസനല്ല, ആനക്കുഞ്ഞനും ആഷിക്കുമാണ്. മണസൻ ഇവിടെയും നമുക്ക് ഡീല് തന്നിരിക്കുന്നു. ഡീലേഷ് മണസൻ പകുതി വെച്ച് ഉപേക്ഷിച്ചപ്പോൾ സാംബേഷ് നമ്മുടെ കൂടെ കയറി വന്നിരിക്കുകയാണ്. മൂടുവാനായിരുന്നില്ലേ? ഇനിയാണ് വൺ ടാസ്ക്. അതാണ് നിങ്ങളെ വെയിറ്റ് ചെയ്ത്. ഇത്ര കയറിയതൊക്കെ സിമ്പിൾ പരിപാടിയാണ്. അതാണ് കൊടുങ്കാട് പോലെ. നമ്മള് 4 പേരും കൂടി അങ്ങനെ അടുത്ത കോട. ആ മരത്തിന്റെ ചോട്ടിൽ അവിടെ ഒരു മരമുണ്ട്, അത്യാവശ്യം വലിയൊരു മരമാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റൂല. അവിടെ പോയി 2 ഫോട്ടോസ് എടുത്തിട്ട് നമ്മൾ ഇവിടെ നിന്ന് തിരിച്ചിറങ്ങാന്ന് കരുതിയിട്ടാണ്.
ഓക്കെ, നമ്മള് തിരിച്ചിറങ്ങിയാണ് ഗായ്സ്. ആ പാമ്പ് കുഴപ്പമില്ല, ചെറുതാണ് കഴിഞ്ഞു പോക്കോട്ടെ. ഞങ്ങൾ പോയി അങ്ങോട്ട് പോയി. പാമ്പ് ചെറിയ കുഞ്ഞിപ്പാമ്പ് കണ്ടില്ല ഞാൻ. പാലിന്റെ തുന്നതാണ്. ഇല്ല നുണയല്ല അതാണ്ടാ, അതാണ് നമ്മുടെ റൂം. കാറ്റടിക്കണോണ്ട് നമുക്കത് ബ്ലറായാണ് കിട്ടണതാണ്ടാ. ചെറിയ പാമ്പുണ്ടെങ്കിൽ വലിയ പാമ്പുണ്ടാവണ്ട നോക്കിട. നീലക്കുറിഞ്ഞിയും ഞാൻ. അങ്ങനെ ഇതുവരെ ഒരു വ്ളോഗർമാരും കയറാത്ത ഈ മല ഞാനും എന്റെ പിള്ളേരും കൂടി ചേർന്ന് കീഴടക്കിയതായി അറിയിച്ചുകൊണ്ട് അടുത്ത വീഡിയോയിൽ പിന്നെപ്പോഴെങ്കിലും കാണാം. ഇപ്പൊ പോകുന്നു. ബൈ.